പ്രൈസ് ലോഡ്. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് ലോകരാജ്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ദൈവിക ദൂത്, ദൈവിക മെസ്സേജാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു 5 പ്രാർത്ഥനാ രീതികളെക്കുറിച്ചാണ്. വിടുതൽ ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്ന 5 പ്രാർത്ഥനാ രീതികളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ പറയാം പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ള സംസാരം. നാം ഓരോരുത്തരും നമ്മുടെ നിത്യവൃത്തികൾ പലതും ചെയ്യുന്നു. അതുപോലെ ദൈവത്തോടുള്ള സംസാരമാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റപാട് ആദ്യം ചെയ്യേണ്ടത് ദൈവത്തോടുള്ള സംസാരം, അതാണ് പ്രാർത്ഥന. അത് രാത്രി കിടക്കാൻ നേരത്തും അവസാനമായിട്ടും ചെയ്യേണ്ടത് ദൈവത്തോടുള്ള സംസാരം, അതാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമായിട്ട്, അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് കൂടുതൽ ദൈവിക മെസ്സേജ്, ദൈവിക സന്ദേശങ്ങൾ തരാൻ ബ്രദറിന് സാധിക്കുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കും. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പ്രൈസ് ലോർഡ്, ഹാലേലുയ. നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള ദൈവിക മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാം റിയാലിറ്റി ആയിരിക്കും. ബ്രദറിൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദർ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ, ബ്രദറിൻ്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാറ്റങ്ങളും ഒരു വലിയൊരു ചേഞ്ചസ് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ പല കുടുംബത്തിലും വന്നിട്ടുണ്ട്. അതിൻ്റെ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ബ്രദറിൻ്റെ കയ്യിൽ ഓൾറെഡി റെക്കോർഡിക്കലായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, ഹാലേലുയ. യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. അമ്മയുടെ സംരക്ഷണം നമുക്ക് എപ്പോഴും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും കുടുംബത്തിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നിയോഗത്തിലും ദൈവത്തിൻ്റെ സ്പർശനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന നമ്മുടെ സഭയിൽ പ്രധാനമായിട്ടും വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. വിടുതൽ, രോഗശാന്തി, സൗഖ്യം, അതുപോലെ പൈശാചിക ബന്ധനങ്ങളെ തകർക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. മേ ബി അറിയാത്ത ആളുകളുണ്ടാവും. വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസ പ്രമാണം 33 തവണ നിങ്ങൾ ഏറ്റുചൊല്ലി ശക്തമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലോ പ്രാർത്ഥന ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ദേവാലയത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ശക്തമായിട്ട് ചൊല്ലി നിങ്ങളുടെ നിയോഗം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. എല്ലാ ദിവസവും ഒരു 3 മാസത്തേക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 33 തവണ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ നല്ല സ്ഫുടമായിട്ട് നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവം കേൾക്കണം. ആ രീതിയിൽ നന്നായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പോൾ ബന്ധനങ്ങളും കെട്ടുകളും അഴിയപ്പെടും. രണ്ടാമത്തെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന. കാരണം പിശാചിൻ്റെ തല തല്ലി തകർത്ത് നമ്മളെ മാനവകുലത്തെ മനുഷ്യ മക്കൾ സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയും എല്ലാ ദിവസവും 33 തവണ നിങ്ങൾ ശക്തമായിട്ട് ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും നിരന്തരമായിട്ട് സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. അതാണ് പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും 33 തവണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചൊല്ലിയിട്ട് ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, നിങ്ങളുടെ നിയോഗത്തിലേക്കൊക്കെ വിളിച്ച് സ്വീകരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, നമ്മുടെ നിയോഗത്തിൽ സ്പർശിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. കാരണം വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥന കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. പറ്റുമെങ്കിൽ നിങ്ങൾ കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന കണ്ടെത്താം. ഞാൻ അതെങ്ങനെ കണ്ടെത്തണം, ഏത് കണ്ടെത്തണം എന്ന് ഈ സന്ദേശത്തിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും 33 തവണ ശക്തമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ 4 പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അഞ്ചാമത്തെ പ്രാർത്ഥന പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരു 6 മിനിറ്റ് പ്രാർത്ഥനയാണ് കരുണക്കൊന്ത. കരുണയുടെ ജപമാല, കരുണക്കൊന്ത
പറ്റുമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് നിങ്ങളുടെ നിയോഗം വെച്ച് ഈ പ്രാർത്ഥന 5 പ്രാർത്ഥന കരുണക്കൊന്തയും ചൊല്ലിയിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കാരുണ്യവാനായ പൊന്നു തമ്പുരാനോട് നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ എന്താണ് പ്രയാസം, അത് ദൈവസന്നിധിയിൽ ഏറ്റുചൊല്ലി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന. കരുണക്കൊന്ത രാവിലെ വെളുപ്പിന് ചെല്ലുന്നതായിരിക്കും നല്ല അഭിഷേകം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ചെല്ലുന്നതും അഭിഷേകമായിരിക്കും. അങ്ങനെ 5 പ്രാർത്ഥനകൾ. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി 2 സിസ്റ്റങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം. ഒന്നാമത്തെ സിസ്റ്റം, നിങ്ങൾ വിശ്വാസത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കണമെന്നത്. 2, കുമ്പസാരിച്ചൊരുങ്ങിയിട്ട് കുർബാന സ്വീകരിക്കുക. ഈ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ കുർബാന സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ ദൈവിക വിടുതൽ, നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിടുതലായിരിക്കും, വലിയൊരു മാറ്റമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക. കുമ്പസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിക്കുക, യേശുവെ ആരാധന. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 40 മിനിറ്റ് ബൈബിൾ, പുതിയ നിയമവും പഴയ നിയമവും റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ബൈബിൾ വായന നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു 3 തിരുവചനം കൂടി ഞാൻ ഈ സമയത്ത് തരാൻ ആഗ്രഹിക്കുന്നു. ആ വചനവും നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. 1 ഹെബ്രയർ 4:12, ഫിലിപ്പി 4:19, സങ്കീർത്തനങ്ങൾ 77:14. അങ്ങനെ 3 തിരുവചനങ്ങളും കൂടി നിങ്ങൾ എഴുതിയിട്ടും ചൊല്ലിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഭവനത്തിൽ ഉണ്ടായിരിക്കുന്ന അന്ധകാര പീഡകളും പൈശാചിക ബന്ധനങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും, നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ഇത് ബ്രദറിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് മക്കളെ ദൈവിക കൃപയിലും ദൈവകരുണയിലും ദൈവസ്നേഹത്തിലേക്കും, അതുപോലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് രോഗശാന്തി സൗഖ്യ ശുശ്രൂഷ ഒക്കെ ഈ വർഷത്തിനിടയിൽ, ഇത്രയും വർഷത്തിനിടയിൽ നടന്നിട്ട് 2017 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് മക്കളെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച തിരുവചനമാണ് ഈ വചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 77:14 വചനം ഇപ്രകാരം പറയുന്നു: അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളിടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രധാനപ്പെട്ട തിരുവചനമാണ് മറ്റു 2 തിരുവചനങ്ങളും. അപ്പോൾ ആ 2 തിരുവചനങ്ങൾ നിങ്ങൾ കാണാതെ ചൊല്ലി ശക്തമായിട്ട് തീഷ്ണമായിട്ട് വിശ്വാസത്തോടുകൂടി ഏറ്റുചൊല്ലി ഹെബ്രയർ 4:12 പറയുന്നത്, ദൈവത്തിൻ്റെ വചനം സജീവ ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബദ്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ദൈവവചനം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ. ഫിലിപ്പി 4:19 സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയേറെ ക്രൈസിസ് അനുഭവിക്കുന്ന മക്കൾ, ആ വചനം ഫിലിപ്പി 4:19 ശക്തമായിട്ട് നിങ്ങൾ എഴുതിയിട്ട്, നിങ്ങളുടെ സാമ്പത്തിക മേഖല എവിടെയാണ്, പേഴ്സാണെങ്കിൽ പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കറാണെങ്കിൽ ലോക്കർ, നിങ്ങൾ സ്വർണ്ണമോ ആഭരണങ്ങളോ വെക്കുന്ന അവിടെയാണെങ്കിലൊക്കെ ഈ വചനം എഴുതി ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ വസ്തുവകളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ദൈവിക സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നിങ്ങൾ യാത്രാ മേഖലകളിൽ പറ്റുമെങ്കിൽ ഒരു വചനം എഴുതി നിങ്ങളുടെ പേഴ്സിനകത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വചനം എഴുതി വെക്കുന്നത്, പിൻ ചെയ്യുന്നതൊക്കെ അത് അനുഗ്രഹത്തിലേക്കുള്ള വലിയൊരു മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ ബന്ധിക്കാൻ പറ്റുന്ന ഒരു തിരുവചനമാണ് ഫിലിപ്പി 4:19. കാരണം എല്ലാവിധ അന്ധകാര പീഡകളും നമ്മളിൽ നിന്ന് വിട്ടുപോയ ഐശ്വര്യം, സമാധാനം, സന്തോഷം ലഭിക്കും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു നിങ്ങൾക്ക് ആവശ്യമുള്ളതിലാണ് നൽകുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പിതാവായ ദൈവത്തിന്, നമുക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം നമ്മുടെ പിതാവായ ദൈവത്തിന് തരാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഒരു ഫിലോസഫിയോ തിയോളജിയോ ഒന്നും അല്ല ബ്രദറി പറയുന്ന റിയാലിറ്റിയാണ്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദറി പറയുന്നത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് യേശുക്രിസ്തു എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം ഈ മനുഷ്യനോ സഭയോ പ്രസ്ഥാനങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് വിലയും നിലയും തരാൻ സാധ്യതയില്ല. കാരണം അത് എന്താ എന്ന് ചോദിച്ചാൽ അവരെപ്പോഴും ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ്. കാരണം അത് കർത്താവ് അവരെ ഉയർന്ന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അവരെക്കാൾ എത്രയോ എളിയവരാണ് നമ്മളപ്പോൾ. നമ്മൾ അവരോട് ബഹുമാനവും സ്നേഹവും ഒക്കെ കാണിച്ച് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മുടെ വഴികാട്ടികളാണ്, നമ്മുടെ പിതാക്കന്മാരാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു നേതാക്കന്മാർ അവിടെ ആവശ്യമാണ്. മീൻസ് അവർ ചില സമയം നമ്മളോട് ദേഷ്യമോ കോപമൊക്കെ പറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈശോയെ ഉപേക്ഷിച്ച് പോകരുത്. നമ്മുടെ കുർബാന, കൂദാശ, പ്രസ്ഥാനങ്ങൾ, കാര്യങ്ങളൊക്കെ വളരെ സന്തോഷപ്രദമായിട്ട് നടക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വൈരാഗ്യ, ശത്രുത, വെറുപ്പോ അല്ലെങ്കിൽ വാശിയോ പിടിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമല്ല.
കാലഘട്ടമല്ല. ഇപ്പോൾ എല്ലാവരും ദൈവത്തെ ആശ്രയിക്കേണ്ട കാലഘട്ടമാണ്. മീൻസ് തമ്പുരാൻ കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവം തമ്പുരാനാണ്, അല്ലാണ്ട് സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നിങ്ങൾ എല്ലാവരും. യേശുവെ ആരാധന, യേശുവെ